ലോകത്ത് യഥാർത്ഥത്തിൽ അധികാരം വഹിക്കുന്നത് ആരാണ്? തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോ അതോ അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന അദൃശ്യ ശക്തികളോ? അമേരിക്കയിലും ഇന്ത്യയിലും ഡീപ് സ്റ്റേറ്റ് എന്ന ഒരു പദം വളരെയധികം ശ്രദ്ധ നേടി. രാഷ്ട്രീയങ്ങളെപ്പോലും നിയന്ത്രിക്കുന്ന രഹസ്യ ഘടനകളെ കുറിച്ചുള്ള ഈ വാക്ക് കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ ഏറെ ചർച്ചയായി. ഇന്ന് നമുക്ക് നോക്കാം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്, ഇന്ത്യൻ ഡീപ് സ്റ്റേറ്റ്. ആരാണ് ഈ ശക്തികൾ? അവർ പ്രവർത്തിക്കുന്നത് എങ്ങനെ? ആർക്കാണ് യഥാർത്ഥ അധികാരം? ഡീപ് സ്റ്റേറ്റ് എന്നത് ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സർക്കാരിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അദൃശ്യ നെറ്റ്വർക്ക് ആണെന്ന് പറയപ്പെടും. ഇതിൽ പെടുന്നത് ഇന്റലിജൻസ് ഏജൻസികൾ, സൈനിക മേധാവികൾ, ബ്യൂറോക്രാറ്റുകൾ, ചില വലിയ കോർപ്പറേഷനുകൾ, മീഡിയ ശക്തികൾ എന്നിവയാണ്. ലോകത്തിലെ രാഷ്ട്രീയ തീരുമാനങ്ങൾ പലപ്പോഴും ഇവരുടെ സമ്മതം കൂടാതെ നടക്കാറില്ലെന്ന് ചില വിദഗ്ധർ പറയുന്നു. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന ആശയം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് കൂടുതൽ ശക്തമായത്. CIA, NSA, പെന്റഗൺ, FBI ഇവയെല്ലാം ദേശീയ സുരക്ഷയുടെ പേരിൽ പ്രവർത്തിക്കുന്ന ശക്തമായ സംവിധാനങ്ങളാണ്. എന്നാൽ പലപ്പോഴും ഇവർ പ്രസിഡന്റിന്റെ നിർദ്ദേശങ്ങൾ പോലും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ജോൺ എഫ് കെന്നഡിയുടെ കാലത്ത് CIA നടത്തിയ ചില രഹസ്യ ഓപ്പറേഷനുകൾ അദ്ദേഹം പോലും അറിയാതെയായിരുന്നു. ഈസൻഹോവർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, "ബിവെയർ ഓഫ് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്." അത് അന്ന് പറഞ്ഞത് ഇന്ന് വളരെ പ്രസക്തമാണ്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ മറ്റൊരു മുഖം കോർപ്പറേറ്റ് ശക്തി. ബിഗ് ടെക് കമ്പനികൾ, ഡിഫൻസ് കോൺട്രാക്ടർമാർ, വാൾ സ്ട്രീറ്റ് ബാങ്കുകൾ ഇവരുടെ പണം രാഷ്ട്രീയത്തെയും മാധ്യമങ്ങളെയും നിയന്ത്രിക്കും. ഇന്ത്യയിലും ഡീപ് സ്റ്റേറ്റ് എന്ന ആശയം പുതിയതല്ല, പക്ഷെ ഇവിടെ അതിന്റെ രൂപം കുറച്ചധികം വ്യത്യസ്തമാണ്. ഇന്ത്യൻ ഡീപ് സ്റ്റേറ്റ് എന്നത് സിവിൽ സർവീസ്, ഇന്റലിജൻസ് ഏജൻസികൾ, റോ, IB, സൈനിക ഘടന കൂടാതെ കോർപ്പറേറ്റ് രാഷ്ട്രീയ ബന്ധങ്ങൾ എന്നിവയുടെ മിശ്രിതമാണ്. മന്ത്രിമാർ വരുന്നു പോകുന്നു, പക്ഷേ ഈ ഓഫീസുകൾ ഒരിക്കലും മാറുന്നില്ല. അതിനാൽ ചിലർ പറയുന്നു, ഇന്ത്യ റൺസ് ഓൺ എ ബ്യൂറോക്രസി, നോട്ട് പൊളിറ്റിക്സ്. അപ്പോൾ ചോദ്യം, ഡീപ് സ്റ്റേറ്റ് നല്ലതാണോ അല്ലേ? ചിലർ പറയുന്നു ഇത് രാജ്യത്തിന്റെ സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ആവശ്യമുള്ള ഘടകമാണ്. അവർ രാഷ്ട്രീയ മാറ്റങ്ങളെക്കാൾ ദീർഘകാല ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. പക്ഷെ മറ്റു ചിലർ പറയുന്നു ഇത് ജനാധിപത്യത്തിന്റെ വിരുദ്ധമാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കാത്തവരാണ് അധികാരത്തിൽ. ഒരു രാജ്യത്തിന്റെ ഡീപ് സ്റ്റേറ്റ് എത്ര ശക്തമാണെന്ന് കാണിക്കുന്നത് അതിന്റെ ജനാധിപത്യത്തിന്റെ സ്വഭാവമാണ്. ഇന്ത്യയിൽ 2014 ശേഷം ഭരണ സംവിധാനവും ഡീപ് സ്റ്റേറ്റും കൈകോർത്ത് മുന്നോട്ട് പോകുന്നതായാണ് കാണുന്നത്. അവസാനം ചോദ്യം ഇങ്ങനെയാണ്: ആരാണ് യഥാർത്ഥ അധികാരികൾ? നേതാക്കളോ അല്ലെങ്കിൽ അദൃശ്യ ശക്തികളോ?